ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഫെങ്കൽ സൈക്ലോൺ, ഫെങ്കൽ ചുഴലിക്കാറ്റ്, ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെ ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം തമിഴ്നാടിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഫെങ്കൽ ചുഴലിക്കാറ്റ്. കനത്ത ജാഗ്രതയിലാണ് തമിഴ്നാട്. കാരണം പുതുച്ചേരിയിലൊക്കെ പുതുച്ചേരിയിൽ കാറ്റ് വീശിയതോടുകൂടി തമിഴ്നാട് ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണെന്ന് പറയാം. കാരണം നവംബർ 30, അതായത് ഇന്ന് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അതോടൊപ്പം അവിടെ IT കമ്പനികളെല്ലാം തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വർക്ക് ഫ്രം ഹോം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ മൊത്തം ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത സുരക്ഷയിലാണ്, അല്ലെങ്കിൽ അതീവ ജാഗ്രതയിലാണെന്ന് പറയാം. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഏകദേശം 2229ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തമിഴ്നാട്ടിൽ തുറന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ഫെങ്കൽ ചുഴലിക്കാറ്റ് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരതൊട്ടു. അതോടുകൂടി നല്ല മഴയാണ് അവിടെ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചെന്നൈയിൽ പല വിമാന സർവീസുകളൊക്കെ വൈകുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. ഏതായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. 2015 സംഭവിച്ച ആ ഒരു ചെന്നൈ ഫ്ലഡൊക്കെ ആരും മറക്കാനിടയില്ല. അതും ഈ നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ തമിഴ്നാടിനിങ്ങനെ സംഭവിക്കാറുണ്ട്, പ്രത്യേകിച്ച് തലസ്ഥാനമായ ചെന്നൈക്ക്. അവിടുത്തെ ജില്ലകളിലെല്ലാം, അതായത് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ തുടങ്ങിയ ജില്ലകളിലെല്ലാം ഇന്ന് സ്കൂളുകൾക്കെല്ലാം സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെങ്കൽ ചുഴലിക്കാറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യയാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് ഈ പേരിട്ടത്. ഫെങ്കൽ ചുഴലിക്കാറ്റ് അതായത് തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രം, അതായത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു രൂപം കൊണ്ട ഒരു ഉഷ്ണമേഖലാ കാറ്റാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് എന്നത്. ഇന്നലെയോടുകൂടി, അതായത് നവംബർ 29 ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചത്. മണിക്കൂറിൽ ഏകദേശം 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെയുള്ള റിപ്പോർട്ടുകൾ. അതോടൊപ്പം ഡിസംബർ 1 മുതൽ അതിശക്തമായ മഴയും ഡിസംബർ 3 വരെ ഇത് നീണ്ടു നിൽക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ സർക്കാർ മുൻകരുതലുകളെല്ലാം നടത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം നാഗപട്ടണം, തിരുവാരൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും ഏകദേശം 471ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായിട്ടുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും സംസ്ഥാനം കനത്ത ജാഗ്രതയിലാണ്. മുൻകരുതലുകളെല്ലാം എടുത്ത് ഫെങ്കൽ ചുഴലിക്കാറ്റിനെ നേരിടുവാനായിട്ട് തമിഴ്നാട് സജ്ജമായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.